ഹലോ, ഞാനിന്നൊരു കുൽഫി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഇത് ബിഗിനേഴ്സിന് മാത്രമുള്ള വീഡിയോ ആണ്. എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എനിക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. എന്തെങ്കിലും ചെയ്തൊരു കേക്ക് ഉണ്ടാക്കണം സ്വന്തമായിട്ടെന്ന് ഒരു വിചാരം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെക്കാം. അപ്പോൾ അത് 1 കപ്പ് പഞ്ചസാരയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 മുട്ട വേണം. 4 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഓയിൽ ചേർക്കാൻ മറന്നുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റിയിട്ടുള്ള പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടികട്ടിയുള്ള ഒരു പാനിൽ ഒരു തട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ടിന്നിൽ ഇറക്കി വെച്ച് ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനുള്ളവർക്ക് ഓവൻ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ, നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ സമയം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം, പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു 3 ഏലക്കയും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ മൈദയും 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതും കൂടെ നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഏലക്ക ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്പഞ്ച് ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്പോഞ്ചിലേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഒരു 35 മിനിറ്റ് ബേക്കിംഗ് ടൈം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് 3 പാർട്ടായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 2 പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇതിന് ഉള്ളിൽ കൊടുക്കാനായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, ബാക്കിയുള്ളത് നമുക്ക് പുറത്ത് കോട്ടിങ് കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഉള്ളിൽ കൊടുക്കേണ്ട വിപ്പിംഗ് ക്രീമിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സിലെ ആ മിക്സിൽ ഞാൻ കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ബേക്കിംഗ് ടിന്നിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഫില്ലിങ്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ബാക്കിയുള്ള ഫില്ലിങ്സ് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2-3 ലെയർ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ലെയറിൽ നമ്മൾ ഫ്രോസ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. ATM കാർഡ് പോലത്തെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ നമ്മുടെ ബ്രഷിലൊന്ന് ആക്കിയിട്ട് ഓയിൽ ബ്രഷിലെ അതിലൊന്ന് ആക്കിയിട്ട് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ക്രീം കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഡിസൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അങ്ങനെ ഞാനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഭാഗം. പിന്നെ ഞാൻ പറയുകയാണ്, ഞാനൊരു ബിഗിനറാണ്, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമുക്ക് വേറെ